Kuttoos എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ്. അപ്പോൾ അടിപൊളി റെസിപ്പിക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാത്തിരിക്കുക. അപ്പം പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈക്ക് ബട്ടനും ഉണ്ട്, ഡിസ്ലൈക്ക് ബട്ടനും ഉണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ നിൽക്കുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ബട്ടൺ നിൽക്കുക. അത് നിങ്ങൾക്ക് എപ്പോഴും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പം നേരെ വളച്ചൊടിക്കാതെ ഞാൻ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കേക്കിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ 1 കപ്പ് മൈദ വേണം. 240യുടെ 1 കപ്പ് മൈദ. 240 ഉണ്ട്, 250 ഉണ്ട്, ഏതോ ഒന്നാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് വേണം, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തു. ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത് ചേർത്തു. ഇനി നമ്മുടെ ആശാനയാണ് ചേർക്കാൻ പോകുന്നത്, കൊക്കോ പൗഡർ. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്തോളാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഒഴിച്ച് 3 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി എല്ലാം കൂടെ നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുട്ട ഇവിടെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇറക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിപൊളിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ മുട്ട ബീറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. മൂന്ന് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സോറി. അപ്പോൾ നമ്മൾ 3ാമത്തെ മുട്ട ഒഴിച്ചു. പഞ്ചസാര ഞാൻ ആദ്യമേ ഇച്ചിരി ചേർക്കുന്നു. കഴിഞ്ഞിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ചേർക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഹൈ സ്പീഡിലിട്ട് 4-5 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. നമ്മളത് ചേർത്തു. ഇനി നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. 2 അടപ്പാണ് എൻ്റെ കണക്ക്. അപ്പം ഞാൻ ഇതുപോലെ ബ്ലേഡിൽ ഞാനിങ്ങനെ ചുമ്മാ ഒഴിച്ചു കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇത് വരും. അതുകൊണ്ടാണ്. ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യും. വാനില എസൻസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബീറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മുടെ ബാറ്ററി മുട്ട ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഓയിൽ ചേർത്ത്, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഇതായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി, അല്ല നമ്മൾ അധികം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത്. അപ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 2ാമത്തെയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് ചേർത്തു. ഇനി നമുക്ക് ഇന്നത്തിലോട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. അപ്പം കേക്ക് ഹാർഡായിരിക്കാനാണ്. അപ്പം വിനീഗർ ഒഴിക്കുമ്പോൾ പുളിപ്പ് രസമൊന്നും വരുന്നതൊന്നും പേടിക്കണ്ട. ഞാനിവിടെ ഒരടപ്പാണ് ഒഴിക്കുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ടീൻ്റെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡിലൊന്നും തേക്കുന്നില്ല, അടിഭാഗത്ത് മാത്രമേ ഞാൻ തേക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തിലോട്ട് ചെയ്യാൻ പോകുന്നത് മൈദയില്ലേ, മൈദയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ നമ്മൾക്ക് ഇന്നത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുന്ന എന്തോതിനൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ ആക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ എയർ ബബിൾസ് പെട്ടെന്ന് പോകും. അപ്പോൾ അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കൊന്ന് നിങ്ങളെ ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നേരെ നമുക്ക് ഓവനിലോട്ട് വിടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, നട്ട് വെക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. 25 മിനിറ്റ് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ നമ്മൾ അത് ഒത്തിരി വീഡിയോ ലെങ്ത് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പഞ്ചസാര പൊടിയും തണുത്ത വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ റീച്ചേഴ്സിൻ്റെ എടുത്തുകൊണ്ട് പഞ്ചസാരപ്പൊടി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. എന്നാൽ കുറച്ചും കൂടെ സ്റ്റിഫായിരിക്കും, അതിനാണ്. അപ്പം നമുക്കിനി വിപ്പിംഗ് ക്രീം ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പം ഫ്രണ്ട്സ് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യാൻ പോകണം. ഹൈ സ്പീഡിലിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തിലോട്ട് പഞ്ചസാരയുടെ പൊടി നമുക്ക് ഇന്നത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ പഞ്ചസാര പൊടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വിപ്പിംഗ് ക്രീം ഈ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് അവിടെ ആയി കാണുമായിരിക്കും. നമുക്കപ്പോൾ നേരെ അങ്ങോട്ട് വിടാം. അപ്പോൾ നമുക്ക് ഒന്ന് ഡീഹോൾഡ് ചെയ്തെടുക്കണം. ഒന്ന് ഡീഹോൾഡ് ചെയ്ത് ഇത് കണ്ടാൽ മനസ്സിലാവും, പെട്ടെന്നാണ് ഇതിങ്ങനെ ഊരി വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. നമുക്ക് മേൽവശം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതങ്ങ് കളയാം. നമ്മൾ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിത് 2 ലെയറായിട്ടേ ഞാനിവിടെ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് 3 ലെയറായിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാനിവിടെ 2 ലെയറായിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് അടിയിൽ ഇച്ചിരി ഞാനിവിടെ ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഇനി അതങ്ങനെ വെച്ചെടുക്കാം. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിങ്ങനെ ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്രീം തേച്ച് നമുക്കിങ്ങനെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഷുഗർ സിറപ്പ് നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നമ്മുടെ വെച്ച് കൊടുക്കണം. ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തുള്ള പരിപാടി എന്ന് വെച്ചാൽ അത് നമ്മളല്ലാതെ ഇത് വെച്ച് ഷേപ്പ് ചെയ്തു. ഇനി കറക്റ്റായിട്ട് നമുക്ക് സ്ക്രാപ്പോ ഇല്ലെങ്കിൽ നമ്മുടെ കാർഡൊക്കെ ഇല്ലേ അതും വെച്ച് ചെയ്താലും മതി.
ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ലൈസ് ചെയ്തില്ല, അതിൻ്റെ ആ ഒരു ഇത് കാണുമല്ലോ, സ്ലൈസ് ചെയ്യുന്നിടത്ത് ഒരു ഇതുപോലെ കാണും. അപ്പം അതിൻ്റെ അകത്തോ ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രാപ്പറോ വെച്ചോ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മൾക്ക് ഇത് ഐസിങ്ങിന് വെക്കണം. അപ്പം 2 മണിക്കൂറാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രീസ് ചെയ്യാനൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പരിപാടി എന്ന് വെച്ചാൽ തിന്നേണ്ട പരിപാടിയാണ്. അപ്പോൾ ഒന്ന് കഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ കേക്ക്. അപ്പം പൊളിയൊരു കേക്കാണ്. ഇപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ അവസാനം വരെ കണ്ടത് കമ്മി. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.